ഇന്നലെ ഒരു ദിവസത്തെ സമ്മേളനം വെട്ടിക്കുറച്ച് ഇന്നലെ സഭ പിരിഞ്ഞു. അവിടെ ഈ പ്രശ്നത്തെ ഗൗരവമായിട്ട് അഡ്രസ് ചെയ്യാൻ പോലും ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. നിങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുപോവാ, നമുക്ക് ഒരു ദിവസം 2 മണിക്കൂർ ചർച്ച ചെയ്ത് ആ കച്ചവടം അവിടെ അവസാനിപ്പിക്കാം, ആ അധ്യായം അവിടെ തീർക്കാം എന്നായിരുന്നു ഇവിടെ നിലപാട്. പക്ഷെ പ്രതിപക്ഷം നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത് മന്ത്രിക്കും ദേവസ്വം ബോർഡിനും എതിരായിട്ട്. എന്നിട്ട് ഇന്നലെ എന്താണ് സംഭവിച്ചത്? പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിൽ ഇറങ്ങിയപ്പോൾ വാച്ച് ആൻഡ് വാർഡിനെ ഉപയോഗിച്ച് പ്രതിരോധിക്കാനാണ് ശ്രമിച്ചത്. പതിവില്ലാത്തതുപോലെ വനിതാ വാച്ച് ആൻഡ് വാർഡിനെ മുമ്പിൽ നിർത്തുക. സർ, ഇത് എവിടുത്തെ പതിവാണ് സർ? നേരത്തെ ആകെ 2 വനിതാ വാച്ച് ആൻഡ് വാർഡേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം 8-10 പേരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവര് എന്തിനു വേണ്ടിയാണ് നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്? പ്രതിപക്ഷത്തെ 2 വനിതാ MLA വരാനുള്ളത്. ഒന്ന് ഉമാ തോമസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി തന്നെ, നമ്മുടെ MP രാജേഷാണെന്ന് തോന്നുന്നു, അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുക. പിന്നെ KK രമയ, അവരാരും അങ്ങനെ നടുത്തളത്തിൽ ഇറങ്ങാറില്ല. ഇറങ്ങിയാൽ തന്നെ മാറി നിൽക്കും. അവരെ പ്രതിരോധിക്കാനാണോ ഈ വനിതാ വാച്ച് ആൻഡ് വാർഡിനെ രംഗത്തിറക്കിയത്? അതിന് പിന്നെ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ലേ സർ? ഇത് ശരിയാണോ? ഇങ്ങനെ വാച്ച് ആൻഡ് വാർഡിനെ ഇറക്കാമോ? കയറൂരി വിടാമോ? നിയമസഭയിൽ ഒത്തിരി വർഷം റിപ്പോർട്ടുകൾ നടത്തിയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് പറയുക, LDF ആണെങ്കിലും UDF ആണെങ്കിലും നിയന്ത്രിക്കാനാവാത്ത അവസരത്തിൽ മാത്രമേ വാച്ച് ആൻഡ് വാർഡിനെ താഴേക്ക് ഇറക്കാറുള്ളൂ.